Then the story opens with a foreshadowing of the impending disaster. The story is set in a conventional Christian family in Kerala. അപ്പോൾ ഇതൊരു മലയാളത്തിൽ വന്നിട്ടുള്ള ഒരു വർക്ക് ആയിരുന്നു, അതിനെയാണ് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കഥ തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്, ഒരു ഡിസാസ്റ്റർ, ഒരു പ്രകൃതി ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്തോ ഒരു ദുരന്തം സംഭവിച്ചതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് തുടങ്ങുന്നത്. സോ അതിൽ ദ സ്റ്റോറി ഈസ് സെറ്റ് ഇൻ എ കൺവെൻഷണൽ ക്രിസ്ത്യൻ ഫാമിലി. അപ്പോൾ കഥ നടക്കുന്നത് ഒരു സാധാരണ ക്രിസ്ത്യൻ കുടുംബത്തിലാണ്, കേരളത്തിലുള്ള ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലുള്ള ഒരു കഥയായിട്ടാണ് അത് തുടങ്ങുന്നത്. ദ ഫാദർ ഈസ് പോർട്രേഡ് ആസ് എ ഗുഡ് മാൻ, എ ട്രേഡർ. അച്ഛൻ, അവിടെ ആ വീട്ടിലെ അച്ഛനായിട്ടുള്ള ആള് വളരെ നല്ലൊരു മനുഷ്യനാണ്, ആൻഡ് ഓൾസോ എ ട്രേഡർ ആണ്, ഒരു വ്യവസായിയും കൂടിയാണ്. ഹു പ്രൊവൈഡ്സ് ഫോർ ഹിസ് ഫാമിലി, എല്ലാം അയാൾ അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം. ദെൻ ദ മദർ ഈസ് എ ഡിവോട്ട് ക്രിസ്ത്യൻ. അമ്മയാണെങ്കിൽ ഇതിലെ മദർ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ഡിവോട്ടിയോ ക്രിസ്ത്യൻ ആണ്. ഐ മീൻ ക്രിസ്ത്യൻ കൾച്ചർ അല്ലെങ്കിൽ ക്രിസ്ത്യൻ റിലീജിയൻ വളരെയധികം ഓർത്തഡോക്സ് ആക്കിയിട്ട് കൊണ്ട് നടക്കുന്ന, അല്ലെ ഫാമിലിയിൽ ദൈവവിശ്വാസം വളരെ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരു ഫാമിലിയാണ് ഇതിനകത്ത് നമ്മൾ കാണുന്നത്. ദ മദർ ഈസ് എ ഡിവോട്ട് ക്രിസ്ത്യൻ. ദേ ഹാവ് ടു ചിൽഡ്രൻ, രണ്ട് കുട്ടികളാണുള്ളത് അവർക്ക്. വെർജിനൽ ഡോട്ടർ ആൻഡ് എ സഗേഷ്യസ് സൺ. അപ്പോൾ ഒരു മകനും ഒരു മകളുമാണ് ഉള്ളത്. ദെൻ unlike the birds of the sky, the parents had saved for their daughter's wedding and amassed wealth for future generation descending from their son. The father and mother appear to be the ordinary kind of parents we see around us. അപ്പോൾ നമ്മൾ ഈ ഒരു കഥ നടക്കുമ്പോൾ സാധാരണ എല്ലാ കുടുംബത്തിലും ഉള്ളതുപോലെ വിവാഹമൊന്നും കഴിക്കാത്ത, വിവാഹപ്രായം എത്തിയിരിക്കുന്ന ഒരു മകളും അതുപോലെ തന്നെ ഒരു മകനും ഉണ്ട്. അപ്പോൾ സോ അതിൽ തന്നെ എന്താണ് ഇവരുടെ വിവാഹ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമ്പാദിക്കുന്ന ഒരു പാരൻസിനെ, ഒരു ടിപ്പിക്കൽ പാരൻസിനെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് പറ്റുന്നത്. ഇറ്റ് ഈസ് ദ നൈറ്റ് ബിഫോർ ഫാദേഴ്സ് മദർ അറൈവ്സ് ടു സ്പെൻഡ് 10 days വിത്ത് എ ഫാമിലി. അങ്ങനെയാണ് ആ കഥയിലേക്ക് നമ്മൾ ഇവരുടെ ഫാദറിൻ്റെ മദർ, അതായത് അച്ഛൻ്റെ അമ്മ കടന്നു വരുന്നത്, ഗ്രാൻഡ് മദർ കടന്നു വരുന്നത് കാണുന്നത്. അപ്പോൾ ഒരു 10 ദിവസം ഈ ഫാമിലിക്കൊപ്പം ചിലവഴിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. മദർ ആൻഡ് ഗ്രാൻഡ് മദർ ആർ സീൻ പ്രേയിങ് ബിഫോർ ജസ്റ്റ് സപ്പർ. രാത്രി ഭക്ഷണത്തിന് മുമ്പേ, സപ്പറിന് മുമ്പേ അവർ എപ്പോഴും, ഗ്രാൻഡ് മദറും ഈ സ്റ്റോറിയിലെ മദർ ആയിട്ടുള്ള ക്യാരക്ടറും പ്രാർത്ഥനയിലായിരിക്കും പലപ്പോഴും. ദ ഫാദർ ഈസ് കാൽക്കുലേറ്റിംഗ് ഹിസ് ട്രേഡ് വൈൽ ഹിസ് സൺ ഈസ് ഡൂയിങ് ഹിസ് ഹോംവർക്ക്. പക്ഷേ അച്ഛൻ എന്താ ട്രേഡ്, തൻ്റെ ഷോപ്പിലെ അല്ലെങ്കിൽ കച്ചവടത്തിൻ്റെ കണക്കുകൾ എഴുതുന്ന സമയത്തായിരിക്കും. അതുപോലെ ആൺകുട്ടി അവിടെ ഇരുന്ന് ഹോംവർക്കുകളൊക്കെ ചെയ്യുമായിരിക്കും. സൺ ലുക്സ് അപ്പ് ഫ്രം ഹിസ് ബുക്ക് ആൻഡ് ആസ്ക് ഹിസ് ഫാദർ. അപ്പം മകന് അച്ഛനോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ മസ്കുലിൻ ഓഫ് വെർജിൻ? എന്താണ് മസ്കുലിൻ ഓഫ് വെർജിൻ എന്നാൽ എന്താണ് പപ്പ എന്നവൻ ഫാദറിനോട് ചോദിക്കുകയാണ്. മസ്കുലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മസ്കുലിനിറ്റി, പൗരുഷം അല്ലേ, പുരുഷത്വം എന്നൊക്കെ പറയാം. ഓഫ് വെർജിനിറ്റി. അപ്പോൾ എന്താണ് ഈ മസ്കുലിൻ ഓഫ് വെർജിൻ എന്ന് ചോദിക്കുന്നതാണ്. അപ്പോൾ ആൺകുട്ടികളിൽ അല്ലെങ്കിൽ മസ്കുലിൻ ടൈപ്പിൽ എങ്ങനെയാണ് വെർജിനിറ്റി, എന്താണ് വെർജിൻ എന്ന് പറയുന്നത്? നമ്മൾ കന്യകനായിരിക്കുക എന്ന് പറയാറുണ്ട്, കന്യകയായിരിക്കുക എന്ന് പറയാറുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ മസ്കുലിൻ ഓഫ് വെർജിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അച്ഛനോട് മകൻ ചോദിക്കാം. ദ ഡോട്ടർ ഈസ് ടേക്കൺ അബാക്ക് വെൻ ഷീ ഹിയേഴ്സ് ദിസ്. മകളാണെങ്കിൽ ആ ഒരു വാക്കും കേട്ടുകൊണ്ടാണ് വരുന്നത്. ഗ്രാൻഡ് മദർ കീപ്സ് ഹർ എഫ്റ്റ് ഓൺ സൺ ബ്രിങ്സ് അപ്പ് ദ സബ്ജക്റ്റ് വൺസ് മോർ. അങ്ങനെ ഗ്രാൻഡ് മദർ എന്താണ് ഈ മകൾക്ക് താളം കാണിച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ മാറി നിൽക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ദെൻ സൺ ബ്രിങ്സ് അപ്പ് ദ സബ്ജക്റ്റ് വൺസ് മോർ. മകന് വീണ്ടും ആ സബ്ജക്റ്റ് ഒരിക്കൽ കൂടെ ചോദിക്കാം. എ പാസിംഗ് മദർ ഒബ്സർവ്സ് ഹർ ഡോട്ടർ. അതിലൂടെ പാസ് ചെയ്ത് പോയ അമ്മ ഈ മകളുടെ മുഖത്തേക്കൊന്ന് നോക്കുകയാണ്. ഹു ഈസ് പെയിൽ ആൻഡ് പെർസ്പെറിങ് ആൻഡ് ഷീ ക്രഷസ് ഓവർ ടു ഹെൽപ്പ് ഹർ. അപ്പോൾ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് എങ്ങനെയാണ് മറുപടി പറയുന്നത് എന്നതിനെ പറ്റിയിട്ട് അവർ ആലോചിച്ച് നടക്കുന്നത് പോലെ തോന്നുകയാണ്. വെൻ സൺ ആസ്ക് ഫോർ ദ ആൻസർ അഗൈൻ, ഫാദർ നോൺഷാൻ്റ്ലി റെസ്പോൺസ് മേ ബി ഇറ്റ് ഹാസ് നോ മസ്കുലിൻ ഫ്രം ഇഡ. സോ ഫ്രോം ഇഡ. അപ്പോൾ അവർ അച്ഛൻ പറഞ്ഞു കൊടുക്കുകയാണ്, എന്തില്ല മസ്കുലിൻ എന്ന് പറയുന്നത്. അദ്ദേഹം അതിന് കൊടുക്കുന്ന ഒരു മറുപടിയാണ് കേട്ടോ. മേ ബി ഇറ്റ് ഹാസ് നോ മസ്കുലിൻ ഫോം.
എന്തില്ല, മസ്കുലിൻ ഫോം ഇല്ല എന്ന് പറയാണ്. അപ്പോൾ വെർജിൻ എന്നുള്ള പറയുന്നത് പോലെ മസ്കുലിൻ എന്ന് പറയുന്ന ഇതിന് അങ്ങനെ ഒരു വെർജിനിറ്റി ടൈപ്പ് ഇല്ല. അപ്പോൾ നോ മസ്കുലിൻ ഫോം ഇടാ എന്ന് പറയാണ്.